വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്തെ 193 രാജ്യങ്ങൾ അംഗങ്ങളായിട്ടുള്ള ലോകരാജ്യങ്ങളുടെ ഒരു അന്തർദേശീയ സംഘടനയാണ് UNO അഥവാ ഐക്യരാഷ്ട്രസഭ. ലോകത്തെ ഭാഷാ വൈവിധ്യത്തെ സംരക്ഷിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും വേണ്ടി 2010 UNO അതിൻ്റെ ഔദ്യോഗികമായ 6 ഭാഷകൾക്കും ഓരോ ദിനാചരണങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി. ആ ദിനങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്, UNO അതിൻ്റെ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഔദ്യോഗിക ഭാഷകളായി 6 ഭാഷകളെയാണ് അംഗീകരിച്ചിരിക്കുന്നത്. ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, അറബിക്, സ്പാനിഷ്, ചൈനീസ് എന്നിവയാണ് ആ 6 ഭാഷകൾ. ഈ 6 ഭാഷകളെയും പെട്ടെന്ന് ഓർത്തെടുക്കുവാൻ നമുക്ക് ഫെറാസ്ക് എന്ന കോഡ് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ 6 ഭാഷകളുടെയും ദിനാചരണത്തിന് വേണ്ടി UNO പ്രഖ്യാപിച്ച ദിവസങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. UN അറബിക് ലാംഗ്വേജ് ഡേ ഡിസംബർ 18 എല്ലാ വർഷവും UN അറബിക് ലാംഗ്വേജ് ഡേ ആയി UNO ആചരിക്കുന്നത്. 1973 ഡിസംബർ 18 അറബിയെ 4ാമത്തെ ഔദ്യോഗിക ഭാഷയായി UNO അംഗീകരിച്ചത്. UN ചൈനീസ് ലാംഗ്വേജ് ഡേ ഏപ്രിൽ 20 UN ചൈനീസ് ലാംഗ്വേജ് ഡേ ആയി ആചരിക്കുന്നത്. UN ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡേ ആയി ആചരിക്കുന്നത് ഏപ്രിൽ 23 വില്യം ഷേക്സ്പിയറിൻ്റെ ജനനദിവസമാണ് ഏപ്രിൽ 23. UN ഫ്രഞ്ച് ലാംഗ്വേജ് ഡേ ആയി ആചരിക്കുന്നത് മാർച്ച് 20. ജൂൺ 6 UN റഷ്യൻ ലാംഗ്വേജ് ഡേ ആയി ആചരിക്കുന്നത്. 1837 അന്തരിച്ച പ്രശസ്ത റഷ്യൻ കവിയായിരുന്ന അലക്സാണ്ടർ പുഷ്കിൻ്റെ ജനനതീയതിയാണ് ജൂൺ 6. UN സ്പാനിഷ് ലാംഗ്വേജ് ഡേ ആയി ആചരിക്കുന്നത് ഇംഗ്ലീഷിനെ പോലെ ഏപ്രിൽ 23 തന്നെയാണ്. 1616 അന്തരിച്ച എക്കാലത്തെയും മികച്ച സ്പാനിഷ് സാഹിത്യകാരന്മാരിൽ ഒരാളായിരുന്ന മിഗ്വേൽ ഡി സെർവാൻഡസിന്റെ മരണദിവസമാണ് ഏപ്രിൽ 23. ഈ 6 ഔദ്യോഗിക ഭാഷകൾ കൂടാതെ മറ്റു 2 ഭാഷകൾ കൂടി ഈ ദിനാചരണത്തിന് വേണ്ടി UNO തെരഞ്ഞെടുത്തിട്ടുണ്ട്. മെയ് 5 UN പോർച്ചുഗീസ് ഡേ ആയി 2020 പ്രഖ്യാപിച്ചു. അതുപോലെ 2022 ജൂലൈ 7 UN സ്വാഹിലി ലാംഗ്വേജ് ഡേ ആയും പ്രഖ്യാപിക്കുകയുണ്ടായി.